കണ്ടാല് ഗൈസ് അയ്യോ കണ്ടു ഗൈസ് ഞങ്ങളൊരു സാധനം വാങ്ങാൻ പോണ വഴിക്കാണ്. എന്താണ് പറയൂ പറയടേ. മൈലാഞ്ചി വാങ്ങാൻ പോകും ഇന്ന്. ഈ കയ്യിൽ ഞാനൊരു താജ്മഹൽ പണിയും. മൈലാഞ്ചിക്ക് പേരില്ലേ? ബിഗ് ബി. അത് നോക്കിയാണ് പോണത്. ബിഗ് ബിക്ക് നല്ല കളറുള്ളൂ ഗൈസ്. അത് നല്ലതാണോ നല്ലതല്ലോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല കളറാണ്, നമുക്കത് മതി. അത് മാത്രം അറിയാം. അതെ, അപ്പോൾ വാങ്ങിയിട്ട് വരാം. അവിടെ ഉണ്ടോ എന്തോ ഇല്ലെങ്കിൽ നമ്മൾ പ്ലിങ്ങുന്നതായിരിക്കും. അത് ഞങ്ങൾ അടുത്ത വീട്ടിൽ കാണിക്കുന്നത്. അതെ, ബൈ ദ ബൈ ദിസ് ഈസ് മൈ കസിൻ. പേര് പറയൂ. അഞ്ജലി. അതെ, അഞ്ജലി അമ്മൂസ്, അഞ്ജലി കൃഷ്ണ വിയു. അപ്പോൾ നമുക്ക് വാങ്ങാൻ പോയിട്ട്. അതെ, യെസ്. 50 രൂപ. മൈലാഞ്ചി കടച്ചീർക്ക് ബിഗ് ബി. ഇനി നമുക്ക് ഇതുകൊണ്ട് അവസ്ഥ ഞാൻ അറിയില്ല. അതെ, ഞാനൊരു ചിത്രം വരയില് ഡിസൈൻ ഇന്നൊരു ചിത്രകാരിയാണ് ഞാനൊന്ന് തെളിയിക്കാൻ പോവാണ്. കണ്ടറിയും അവള് സ്വയം കീഴടങ്ങിയിരിക്കുന്നു. എൻ്റെ ഒരു മോചനമില്ല അവൾക്ക്. കഴുകിട്ടോ എന്നാലും സ്മൂത്ത്നെസ് ഉണ്ടാവുള്ളൂ. പറയട്ടോ, അതൊന്നും ഞാൻ ഭയങ്കര ഗംഭീരമായിട്ട് പ്രൊഫഷണലാണ്. ഇതിൽ കുറെ കണ്ടമാന സാധനങ്ങളുണ്ട്. ഓരോന്നിരുന്ന് 1 മണിക്കൂർ ഇതിന് വേണ്ടി ചെലവഴിച്ച് തപ്പി പിടിക്കണം. എനിക്കിടാൻ പറ്റണല്ലോ, അതാണ് കണ്ടുപിടിച്ചിട്ട് എല്ലാതും ഞാൻ അതിലാണ് തപ്പല്. അയ്യോ പൂച്ച്. അതെല്ലാം ഫാഷൻ എല്ലാം പോയി. ചേച്ചി ഇതിൽ ഏത് വേണമെന്ന് പറയൂ. ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്, വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കാം. ഇതിൽ ഏത് വേണേലും ഞാൻ ഇട്ട് തരും. കർത്താവേ, എന്തപ്പത് കൺഫ്യൂഷനാണെങ്കിലപ്പത് സ്റ്റാർട്ട് ചെയ്യാം. മറ്റേ സിറിഞ്ച് കൂടെ ഒറ്റ പുറത്ത് വന്ന് സക്സസ്. നീ ഐശ്വര്യ കൈ കൂടെ നീട്ടു. ഇതാണ് അമ്മേ നേരെ. എന്നൊന്നും പറയരുത്. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഒരു വട്ടിട്ട് കൊടുക്കണം. പോകുമ്പോ സർത്താലോ വരുന്നില്ലല്ലോ. കൈ വരക്കണ്ടല്ലോ. സക്സസ്ഫുള്ളി വട്ടം വരച്ചു. ഞാൻ അടുത്തത് ഗ്രില്ല് വരയ്ക്കാം നമുക്ക്. സോറി, ഇത് ഗ്രില്ലല്ല, ഇത് വളഞ്ഞൊരു ഏണിയാണ്. റോളർ കോസ്റ്ററിന്റെ സാധനം. ഓക്കെ, നമുക്ക് റാ വരയ്ക്കാം. എടി ഞാൻ പലതും പറയാനും വിശ്വസിച്ച് നീ ഇവിടെ വന്നിരിക്കണം. ഇത് ഞാൻ കാണില്ലല്ലോ അല്ലേ? ആര് കാണില്ല? ഇത് കാണില്ലല്ലോ. കൊളായാലും നീ എപ്പോഴും ഇങ്ങനെ പിടിച്ച് നടക്കുവോ? നീ എന്നെ അങ്ങനെ അപമാനിക്കരുത്. അതന്നെ, നീ അങ്ങനെ എല്ലാം കാണിച്ചെടുക്കരുത്. നീ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് കാണണ്ടേ. കുറച്ച് പറയൽപ്പാലെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തൊക്കെയോ മുളച്ചു വന്നില്ല പുതിയതായിട്ട്. മുളച്ചല്ല, റായാണ്. റാന്നും വിളിക്കാം, ഞാന്നും വിളിക്കും. എന്നൊക്കെ അന്നെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ സ്റ്റാർട്ടിങ് മാത്രം. എന്താ ചെയ്യണ്ട? ലാസ്റ്റ് കണ്ടോ ഈ തുടക്കത്തിൽ എന്റെ ആത്മവിശ്വാസം തളർത്തരുത് നീ. അയ്യോ, സ്കെയില് വേണ്ടി വരും ഒട്ടേക്ക്. സത്യം, സ്കെയില് വെച്ചാൽ തന്നെ നേരം പോലെ വരവരയ്ക്ക് അറിയില്ല. ഞാനിപ്പോ വരവരച്ചിരിക്കും. കുത്തരുട്ടോ. കുത്തല്ല, അതിന്റെ ഇവിടെ ഇടുക, ഈ ഒരു ഭാഗം. പിന്നെ കണ്ണുണ്ടേ ഞാൻ പറക്കിയതാ. ഗൈസ്, പുതിയത് കിട്ടി. ഇല്ലടേ, യൂട്യൂബിൽ കാണിച്ചെടുക്കാം. ഏത് കണ്ടെന്നെ
ഇനി എന്ത് പണിയും നീ ഇങ്ങനെ മറ്റേ പയർ മണി പോലത്തെ സാധനമൊക്കെ നീ ഇങ്ങനെ ഒന്നും ശരിയാവില്ലല്ലോ. തല തിരിച്ചിട്ട് ഒക്കെ വരയ്ക്കുന്നു. അത് നിനക്ക് കാണണോന്നല്ലേ? പൂ വരയ്ക്കണം എന്തത്? താങ്കളുടെ ലിസ്റ്റിൽ കൈ കൊള്ളാക്കാൻ വേണ്ടി ആരാണ് സൈസ് കൂട്ടുന്നു? ഏതായാലും സൈസ് കൂട്ടുന്നുണ്ട്. എൻ്റെ റഫ്ലേഷാണ് ഗൈസ്. പൂ ഭയങ്കര വലുത്. ഈ പൂവിന് വല്ല അംഗവൈകല്യമുണ്ടോ? ചിരി കുറക്കി ഇളകുന്നു. ഓക്കെ, ജിലേബിക്ക് വട്ടം കൂടുന്നു. എൻ്റെ ജിലേബി ഇത്തിരി വട്ടം കവറിങ് ഉണ്ടല്ലോ ജിലേബിക്ക്. എൻ്റെ ഡയലോഗാണ് നിർത്തുന്നത്. എൻ്റെ കോൺസെൻട്രേഷൻ പോണു. ഞാൻ ഓരോന്ന് കാണിക്കവേ സസ്പെൻസ് കളയല്ലേ നീ. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഗ്രില്ലടിച്ചോ? എല്ലായിടത്തും ഗ്രില്ല് കൊണ്ട് വെച്ചെങ്ങനെ ഗൈസ് കഴിഞ്ഞു. കാണിക്കൂ. സത്യം പറയും ഞാൻ നന്നായിട്ട് വരയ്ക്കും. അല്ല അങ്ങനെയല്ല, എന്നാലും സൈഡിൽ വെച്ച് കൊളാക്കല്ലേ ഞാൻ പറയണത്. അതിന് തെളിവാണിത്, കണ്ടില്ലേ? എനിക്ക് കയ്യിൽ മയില. ഞാൻ ഒറ്റയ്ക്ക് വരയ്ക്കുന്ന അടിപൊളിയായിട്ട് വരയ്ക്കും. എന്നാ താങ്കൾ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ ഇല്ല 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 ഞാൻ മൈലാഞ്ചി ചലഞ്ച് എടുക്കും. ചലഞ്ച് നോ യെസ് നോ ഞാൻ പിന്നെ ഞാൻ മൈലാഞ്ചി എടുത്ത് നിർത്തി. ഈ കൈ വന്ന ഈ കയ്യിൽ എന്താ കുഴപ്പം? ഞാൻ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുന്നു. നാണം കെടുത്താണ്ട് പോയേ. കാണിച്ചു കൊടുക്കണ്ട. ഒരു കണ്ടവർക്ക് ഇത് കണ്ട പ്രചോദനമായിട്ട് ആരെ വരച്ചു കൊടുത്താലോ? ഇത് ഞാൻ പറയും ഈ ഫ്ലവർ കൊള്ളാം അല്ലേ? നോക്കൂ, മതി കാണിച്ചത്. ഉടങ്ങിപ്പോയി. ഞാൻ അത് പറിച്ചു കളഞ്ഞിരുന്നിട്ട് എന്നെ വിളിക്കരുത്. പറിക്കാൻ പറ്റൂല. അതോണങ്ങട്ട് കുത്തിയേ പോയത്. ഇതൊക്കെ പറിച്ചു കളഞ്ഞോ? ഇത് പറയാൻ പറ്റില്ല കേട്ടോ. അതോണങ്ങട്ടെ. ഫുൾ പറിച്ചിടുന്നത് ഫുള്ളായിട്ട് ഉണങ്ങിയത്. അത് പറിച്ചു അപ്പൊ പറിച്ചോളൂ. ഗെറ്റ് അൺറെഡി വിത്ത് മീ. അത്രേ ഉള്ളൂ. എനിക്ക് ഇനി ഇതൊന്നും കണ്ട് ശേഷിയില്ല. എൻ്റെ നിക്കണ്ടായിരുന്നു. നിക്കണ്ടായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ചുമ്മാ വീട്ടിലിരിക്കും വെറുതെ ചൊറിയൊക്കെ തിരിക്കില്ല വിചാരിച്ച് ചെയ്ത പേടി. ശരി ഗൈസ്, അപ്പോൾ ശരി എന്നാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.